പറയാം. ആധുനികതയുടെ അടിസ്ഥാന പ്രകൃതം ദേശരാഷ്ട്രങ്ങളെ മുൻനിർത്തുന്നതാണ്, നേഷൻ സ്റ്റേറ്റിനെ മുൻനിർത്തുന്നതാണ്. ആധുനിക പൂർവ സന്ദർഭം എന്ന് പറയുന്നത് രാജവാഴ്ചകളുടേതോ മധ്യകാല ജന്മിനാടുവാഴ്ത്ത ഭൂപ്രഭുത്വ വാഴ്ചയുടേതോ ആണ് എന്ന് കാണാം. ആധുനിക ലോകം അച്ചടിയുടേതാണെങ്കിൽ ആധുനിക പൂർവ്വലോകം വാമൊഴിയുടെയും കേൾവിയുടേതുമാണ് എന്ന് കാണാം. ആധുനികതയുടെ അന്തിമ സത്യാത്മക ജ്ഞാനം ശാസ്ത്രമാണെങ്കിൽ, ആധുനിക ശാസ്ത്രമാണെങ്കിൽ, ആധുനിക പൂർവാവസ്ഥ പലതരം വിജ്ഞാനങ്ങൾ കൂടിക്കലർന്നു നിൽക്കുന്ന ഏതെങ്കിലും ഒന്നിന് അന്തിമമായ ഒരു സത്യാത്മക പദവി ശാസ്ത്രത്തെ പോലെ കൈവന്നിട്ടില്ലാത്ത ഒരു ഘട്ടമാണ് ആധുനിക പൂർവഘട്ടം എന്ന് പറയാം. ആധുനിക ലോകം സൗരകേന്ദ്രിതമായ ഒരു പ്രപഞ്ചാവബോധത്തെ ഗലീലിയോയും കോപ്പർനിക്കസും ഒക്കെ വഴി വികസിച്ചു വരുന്ന സൗരകേന്ദ്രിതമായ ഒരു പ്രപഞ്ചാവബോധത്തെയാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ ആധുനിക പൂർവ്വ സന്ദർഭം പഴയ ടോളമി മുതൽ ആരംഭിക്കുന്ന ഭൂമിയെ കേന്ദ്രമാക്കുന്ന ഒരു പ്രപഞ്ചബോധത്തെ ആണ് ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് എന്ന് പറയാം. ഇനിയും ധാരാളം ഘടകങ്ങൾ നമുക്കിതിൽ ചേർക്കാം. അങ്ങനെ നോക്കിയാൽ മുതലാളിത്തവും വ്യാവസായികതയും അച്ചടിയും സൗരകേന്ദ്രിത പ്രപഞ്ചബോധവും ആധുനിക ശാസ്ത്രവും ദേശരാഷ്ട്രങ്ങളും എല്ലാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തെയാണ് പൊതുവെ നാം മൊഡേണിറ്റി, ആധുനികത, ചിലരിപ്പോൾ ആധുനികത്വം എന്ന് അതിൻ്റെ മൂല്യവ്യവസ്ഥയെ കൂടി ചേർത്ത് വിശേഷിപ്പിച്ചു പോരുന്നുണ്ട് എന്ന് നാം പറഞ്ഞു പോരുന്നത്. ഇത് ഭൗതികമായ ചില അടിസ്ഥാനങ്ങൾ നാടുവാഴ്ത്തത്തിന് പകരം മുതലാളിത്തത്തിലേക്കും കൃഷിക്ക് പകരം വ്യവസായത്തിലേക്കും പരിണമിച്ചെത്തുന്നു എന്നിടത്ത് അവസാനിക്കുന്നില്ല. അത് ലോകബോധത്തിന്റെ പുതിയ പ്രകാരങ്ങളെയും ഒപ്പം കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു വിപുല വ്യൂഹത്തെ മാത്രമേ നമുക്ക് ആധുനികത എന്ന് പറയാൻ പറ്റൂ. എന്താണ് പുതുതായി വന്ന ലോകബോധത്തിന്റെ ആധാരങ്ങൾ? ആധുനിക ലോകബോധത്തിന്റെ ആധാരങ്ങൾ ആധുനിക പൂർവ്വലോകബോധം പൊതുവെ പറഞ്ഞാൽ മതാത്മകമാണ്, മതകേന്ദ്രിതമാണ് എങ്കിൽ ആധുനിക ലോകബോധം അടിസ്ഥാനപരമായി മതനിരപേക്ഷമാകാൻ ശ്രമിക്കുന്ന ഒന്നാണ്. ആധുനികതയുടെ പൂർവഘട്ടം അത് പ്രാദേശികമായ ജീവിതക്രമങ്ങളാണെങ്കിൽ ആധുനികതയുടെ ആദർശം സാർവദേശീയതയാണ് എന്ന് പറയാം. ആധുനിക പൂർവ്വലോകം വിശ്വാസബന്ധിതമാണെങ്കിൽ ആധുനികതയുടെ അടിസ്ഥാനം യുക്തിവിചാരമാണ് എന്ന് പറയാം. ആധുനികതയ്ക്ക് മുമ്പ് മനുഷ്യൻ പറ്റങ്ങളായിട്ടാണ് സ്വയം മനസ്സിലാക്കിയിരുന്നതെങ്കിൽ ആധുനികത മനുഷ്യരെ ഒറ്റയ്ക്കൊരാളായി, ഇൻഡിവിജ്വൽ എന്ന് നാം വിളിക്കുന്ന ഒറ്റയ്ക്കൊരാളായി മനുഷ്യരെ പുനർനിർവചിച്ചു എന്ന് പറയാം. ആധുനിക പൂർവമായ ലോകബോധം സ്തബ്ധമോ ചാക്രികമോ ആണെങ്കിൽ, ഒന്നുകിൽ നിശ്ചലമായി നിൽക്കുന്ന കാലം അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചാക്രികമായ കാലം എന്ന സങ്കല്പത്തിലാണെങ്കിൽ ആധുനികമായ കാലബോധം രേഖീയമായ പുരോഗതിയുടേതാണ്. ലീനിയർ പ്രോഗ്രസ് എന്ന് വിളിക്കാവുന്ന പടിപടിയായി പുരോഗമിക്കുന്ന ഒന്നായി കാലത്തെ മനസ്സിലാക്കുന്നുണ്ട്. ആധുനിക പൂർവഘട്ടം നാടുവാഴിത്തത്തിൻ്റെയോ രാജാധികാരത്തിൻ്റെയോ ആണെങ്കിൽ ആധുനിക ഘട്ടം ജനാധിപത്യത്തിൻ്റെതാണ് എന്ന് പറയാം. ആധുനിക പൂർവ്വ സന്ദർഭം സമൂഹത്തെ പല തട്ടുകളായി കാണുകയും ആ തട്ടുകൾ സ്വാഭാവികമായ വ്യത്യാസമാണ് എന്ന് കരുതുകയും അസമത്വം ജന്മസഹജമാണ്, ദൈവഹിതമാണ് എന്ന് കരുതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആധുനികത സമത്വത്തെ ഒരടിസ്ഥാന മൂല്യമാക്കിയ കാലമാണ് എന്ന് പറയാം. ആധുനിക പൂർവം വ്യവസ്ഥാനിഷ്ഠമാണെങ്കിൽ ആ വ്യവസ്ഥയ്ക്കുള്ളിലാണ് ഓരോ മനുഷ്യരും നിലനിൽക്കുന്നത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ആധുനിക ലോകം എന്ന് പറയുന്നത് ഉച്ഛൃംഖലമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധത്തിന്റെ കാലമാണ്. റൂസോന്റെ പ്രസിദ്ധമായ വാക്യം നമുക്ക് ഓർക്കാം, മാൻ ഈസ് ബോൺ ഫ്രീ എവ്രിവെയർ ബട്ട് ഹി ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിച്ചിരിക്കുന്നു, പക്ഷേ വ്യവസ്ഥകൾ അവനെ ചങ്ങലയ്ക്കുള്ളിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് വ്യവസ്ഥയുടെ ചങ്ങലയാണ്, അല്ലാതെ മാനുഷിക യാഥാർത്ഥ്യം അടിസ്ഥാനപരമായി അസ്വാതന്ത്ര്യത്തിൻ്റെതല്ല, അവ്യവസ്ഥയുടേതല്ല എന്നാണ് ആധുനികത കരുതിയത്. ഇങ്ങനെ മതനിരപേക്ഷതയെയും സാർവദേശീയതയെയും യുക്തിബോധത്തെയും വ്യക്തിബോധത്തെയും പുരോഗതിയെയും ജനാധിപത്യത്തെയും സാമൂഹ്യ സമത്വം എന്ന ആശയത്തെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യമണ്ഡലവും ഒരു അവബോധക്രമവും മുതലാളിത്തവും വ്യവസായവും ദേശരാഷ്ട്രവും അച്ചടിയും ആധുനിക ശാസ്ത്രവും സൂര്യകേന്ദ്രിതമായ
പ്രപഞ്ചസങ്കല്പവും എല്ലാം ഉൾക്കൊള്ളുന്ന ഭൗതിക ആധാരങ്ങളും ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു ജീവിത സന്ദർഭത്തെ ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ചിന്തയിലെ ജ്ഞാനോദയം മുതൽ 2ാം ലോക യുദ്ധാനന്തരം വരെ മനുഷ്യവംശത്തിന്റെ സാമൂഹ്യ അവബോധത്തെ നിർണയിച്ച ഭൗതികവും അവബോധപരവുമായ ചട്ടക്കൂടുകളെ ആകെ ചേർത്തിട്ടാണ് നാം ആധുനികത എന്ന് പറഞ്ഞു പോരുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, മലയാളത്തിൽ ഈ വാക്ക് വളരെ കൺഫ്യൂസിംഗ് ആണ്. കാരണം മലയാളത്തിൽ മോഡേണിറ്റി എന്നുള്ള അർത്ഥത്തിലും മോഡേണിസം എന്നുള്ള അർത്ഥത്തിലും ആധുനികത എന്ന് നാം പൊതുവെ ഉപയോഗിക്കാറുണ്ട്. പയ്യപ്പ മടിക്കർ ഒരു ആധുനിക കവിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. നാരായണ ഗുരു ആധുനിക കേരളത്തിന്റെ സ്രഷ്ടാവാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം രണ്ടിടത്ത് നമ്മൾ ആധുനിക എന്ന് ഉപയോഗിക്കുന്നത് പക്ഷെ രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, ആധുനികതാ പ്രസ്ഥാനം, ഒരു കലാസാഹിത്യ പ്രവണത എന്ന നിലയിലാണ് അയ്യപ്പണിക്കർ ആധുനിക കവിയാണെന്ന് പറയുന്നത്. മറ്റതാകട്ടെ ഒരു വിപുലമായ ചരിത്രബന്ധത്തെ ആകമാനം സൂചിപ്പിച്ച് പഴയ ലോകത്തിൽ നിന്ന് പുതിയ ലോകത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തിന്റെ ആകമാനമുള്ള ഒരു ക്രമത്തെയാണ് ആധുനികം എന്ന് നാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ ഈ രണ്ടിനും ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണെന്ന് പറയല്ല, പക്ഷെ അർത്ഥവ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആധുനികത എന്ന് പറയുന്ന, ഞാൻ ഈ പറഞ്ഞ പ്രവണതകളെ മുഴുവൻ നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം നോക്കിയാല് അതില് നമുക്ക് ധാരാളം ഘടകങ്ങൾ കൂടിക്കലർന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് മാത്രമൊന്നല്ല കേട്ടോ, വിശദാംശങ്ങളിൽ ഇനിയും ധാരാളം ഘടകങ്ങളെ ആലോചിച്ചാൽ കണ്ടെത്താൻ കഴിയും. നമ്മുടെ ഒരു വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളല്ല അധികം പറയാൻ ശ്രമിക്കുന്നത്. മറിച്ച് ഈ ഘടകങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ നിലവിൽ വരുന്ന ഒരു ജീവിതബോധവും അതിൻ്റെ പ്രകാരഭേദങ്ങളുമാണ് ആധുനികത എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഈ ആധുനികത സാർവത്രികമായി ഏകമുഖമായിട്ടാണോ ജീവിച്ചത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആധുനികതയുടെ ലോകം വന്നതുപോലെയാണോ യൂറോപ്പിൽ ആധുനികത അവതരിച്ചത്? ഇപ്പൊ സമീപകാലത്ത് അന്തരിച്ച ലോകത്തെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് ചിന്തകന്മാരിൽ ഒരാളായിരുന്ന സമീർ അമീൻ ആധുനികതയെ കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം ഒറ്റക്കൊരാളല്ല, ഒരുപാട് പേർ പറയുന്നുണ്ട് ഈ ആശയം. പക്ഷെ അദ്ദേഹം അത് സംഗ്രഹിച്ചു പറഞ്ഞ ഒരു വാക്യം ഇതാണ്: ആധുനികത അതിൻ്റെ ജനനത്തിലും വളർച്ചയിലും മുതലാളിത്തത്തോടൊപ്പമായിരുന്നു എന്നതാണ്. മുതലാളിത്തത്തിൽ ബന്ധിതമായ നിലയിലാണ് ആധുനികത വളർന്നത്. ജ്ഞാനോദയ മൂല്യങ്ങൾ മാത്രമായി മതനിരപേക്ഷത, ജനാധിപത്യം, സമത്വം, സ്വാതന്ത്ര്യം, പുരോഗതി തുടങ്ങിയ ജ്ഞാനോദയത്തിന്റെ മൂല്യവ്യവസ്ഥ മാത്രമായി നിങ്ങൾ ആധുനികതയെ മനസ്സിലാക്കിയാൽ ആധുനികതയുടെ ഭൗതികാധാരത്തിലുണ്ടായിരുന്ന ഈ അടിസ്ഥാനപരമായ ഒരു ഘടകത്തെ, മുതലാളിത്തം എന്ന ഘടകത്തെ കാണാതിരുന്നാൽ അതിൻ്റെ മൂർത്ത പ്രകൃതത്തെ കൈവിട്ടുപോകും. നമ്മുടെ നാട്ടിൽ ആധുനികതയെക്കുറിച്ചുള്ള ചർച്ചയിലുള്ള ഒരു പ്രധാന പരാധീനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു മൂല്യവ്യവസ്ഥയായി ചുരുക്കുകയും അതിൻ്റെ മൂർത്ത ജീവിതത്തെ മിക്കവാറും കൈവിടുകയും ചെയ്യും. അപ്പൊ മുതലാളിത്താണ് മനുഷ്യനെ സ്വതന്ത്രനാക്കിയത്. സമീർ അമീൻ പറയുന്ന ഒരു ഉദാഹരണം കൂടി ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. സമീർ അമീൻ പറയുന്ന ആ ഉദാഹരണം എന്താന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് മുതലാളിത്തം ലോകത്ത് 2 മഹാവിപ്ലവ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി, മഹാവിപ്ലവങ്ങൾ നടത്തി. ഒന്ന് ഫ്രഞ്ച് വിപ്ലവമാണ്, മറ്റൊന്ന് അമേരിക്കൻ വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. നമുക്ക് വളരെ പ്രസിദ്ധമായ മുദ്രാവാക്യങ്ങളാണ്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. പക്ഷെ ഫ്രഞ്ച് വിപ്ലവം മുമ്പോട്ട് വെച്ച ഈ മുദ്രാവാക്യത്തിന്റെ അവതാരകരായ ഫ്രഞ്ച് ആ ബൂർഷ്വാസിക്ക് ഈ മുദ്രാവാക്യത്തെ സമ്പൂർണമായി സാക്ഷാത്കരിക്കുക സാധ്യമല്ല. കാരണം സമത്വം എന്ന മുദ്രാവാക്യത്തെ ബൂർഷ്വാസി സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ അത് ആത്യന്തികമായി ബൂർഷ്വാസിയെ തന്നെ റദ്ദാക്കുക. അതുകൊണ്ട് വിളിച്ച മുദ്രാവാക്യം വിളിച്ചവർ തന്നെ നടപ്പാക്കുന്നത് പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ അങ്ങനെയാണ്. വിളിച്ച മുദ്രാവാക്യം വിളിച്ചവർക്കെതിരായി പോകും. അതുകൊണ്ട് സമീർ അമീൻ പറയുന്നത് ബൂർഷ്വാസി ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിച്ചെങ്കിലും ബൂർഷ്വാസി നടപ്പിലാക്കിയ മുദ്രാവാക്യം അമേരിക്കൻ വിപ്ലവത്തിൻ്റെതാണ്. അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം വ്യത്യസ്തമാണ്. ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി, സ്വാതന്ത്ര്യവും സ്വത്തുടമസ്ഥതയും. എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ മാനദണ്ഡം? അത് സാഹോദര്യമല്ല, അത് സമത്വമല്ല, അത് സ്വത്തുടമസ്ഥതയാണ്. നോക്കൂ, നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന യുക്തി സമത്വമോ സാഹോദര്യമോ അല്ല, സ്വത്തുടമസ്ഥതയാണ്. നിങ്ങൾക്ക് സ്വത്തുടമസ്ഥനാകാനുള്ള അവകാശമുണ്ട് എന്നതിലാണ് നിങ്ങൾ സ്വതന്ത്ര വ്യക്തിയായിരിക്കുന്നത്. നിങ്ങളുടെ റൈറ്റ് ടു ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്.
അല്ലാതെ റൈറ്റ് ടു ഫ്രറ്റേണിറ്റി അല്ല, റൈറ്റ് ടു ഇക്വാലിറ്റി അല്ല. സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമാണെന്ന് ഭരണഘടന പറയില്ല. സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമാണെന്ന് ഭരണഘടന പറയില്ല. മറിച്ച് സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെ വിപ്ലവം തന്നെ, ഫ്രഞ്ച് റവല്യൂഷൻ ബൂർഷ്വാസി ഉയർത്തിക്കൊണ്ടുവന്ന, ഞാൻ ബൂർഷ്വാസി എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ആധുനികത എന്ന് തന്നെ പറയുന്നു, ആധുനികത ഉയർത്തിക്കൊണ്ടുവന്ന അത്യുന്നതമായ ഈ മൂല്യം, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന മൂല്യം, ആ മൂല്യത്തിൽ വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തെ സമത്വത്തിൽ നിന്നും സാഹോദര്യത്തിൽ നിന്നും എടുത്തു മാറ്റി സ്വാതന്ത്ര്യത്തെ സ്വത്തുടമസ്ഥതയുടെ സ്വാതന്ത്ര്യമാക്കി മാറ്റിക്കൊണ്ടാണ് വാസ്തവത്തിൽ ആധുനികത നിലവിൽ വന്നത്. പറഞ്ഞ ആധുനികതയല്ല. അഖിൽ ബിൽഗ്രാമി ഗാന്ധിയും മാർക്സും തമ്മിലുള്ള ചർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗംഭീരമായൊരു പ്രബന്ധത്തിൽ, മാർക്സിസ്റ്റ് താല്പര്യമുള്ള ആളുകൾ വായിക്കേണ്ട ഒന്നാണ് കേട്ടോ, ഗാന്ധി ആൻഡ് മാർക്സ് എന്ന പേരിൽ 2012 അദ്ദേഹം എഴുതിയ അതിഗംഭീരമായൊരു പഠനമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് ഈ സ്വാതന്ത്ര്യം എന്നതിനെ സ്വത്തുടമസ്ഥതയുമായി ബന്ധിപ്പിക്കുമ്പോൾ വരുന്ന അപകടം? സ്വാതന്ത്ര്യത്തെ സ്വത്തുടമസ്ഥതയോട് ബന്ധിപ്പിക്കുമ്പോൾ വരുന്ന അപകടം, ഒന്നാമതായി നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ഉടമസ്ഥതയാണ് എന്ന് വരുന്നതോടെ, മറ്റൊരാളുടെ സ്വാതന്ത്ര്യം അയാളുടെ ഉടമസ്ഥാവകാശമാണ് എന്ന് വരുന്നതോടെ, രണ്ട് വ്യക്തികളുടെയും സ്വാതന്ത്ര്യം അവരവരുടേത് മാത്രമായ മണ്ഡലത്തിലേക്ക് പിൻവാങ്ങും, എക്സ്ക്ലൂസീവ് ആവും. എന്റെ സ്വാതന്ത്ര്യം എന്റെ സ്വത്തുടമസ്ഥതയും നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വത്തുടമസ്ഥതയുമായി തീരുന്നതോടെ നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രരായിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് വേറിട്ടുള്ള നിൽപ്പിലാണ്. അല്ലാതെ എന്റെ സ്വത്തിൽ നിങ്ങൾക്കോ നിങ്ങളുടെ സ്വത്തിൽ എനിക്കോ ഉള്ള അവകാശമല്ല. ആ അവകാശത്തെ നിഷേധിക്കലാണ്. ഫലത്തിൽ ഒരാളെ മറ്റൊരാൾക്കെതിരെ പ്രതിഷ്ഠിക്കലാണ്. ബിൽഗ്രാമി അവിടെ നിന്ന് ഈ ആശയത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ആധുനിക ലോകത്ത് ബൗദ്ധിക സ്വത്തവകാശമായി തീർന്നത്. ഒരാൾ കവിത എഴുതുന്നു, കവിത എഴുതിയിട്ട് ആ കവിത എന്റെ കവിതയാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ മനുഷ്യവംശം ഉണ്ടാക്കിയ വാക്കുകൾ, മനുഷ്യവംശം ഉണ്ടാക്കിയ കൽപ്പനകൾ, ഭാവനാക്രമങ്ങൾ, താളങ്ങൾ, വിന്യാസ രീതികൾ, ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ കവിത എഴുതുന്നു. വാസ്തവത്തിൽ അതിൽ നിങ്ങളുടെ പങ്ക് അവസാനത്തെ 10% പക്ഷെ ഉടമസ്ഥത നിങ്ങൾക്കാണ്. കാരണം നിങ്ങളുടെ പറമ്പ് നിങ്ങളുടേതാണെന്ന് പറയുന്നു, നിങ്ങൾ വസിക്കുന്ന ഭൂമി നിങ്ങളുടേതാണെന്ന് പറയുന്നു. മാർക്സ് പണ്ട് പറഞ്ഞൊരു വാക്യമുണ്ട്, ഉന്നതമായ ഒരു ജീവിത മൂല്യത്തിൽ നിന്ന് നോക്കിയാൽ, അഥവാ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ, ഒരാൾ മറ്റൊരാളുടെ മുകളിൽ പുലർത്തുന്ന ഉടമാവകാശം എത്ര നിന്ദ്യമാണോ അത്ര തന്നെ നിന്ദ്യമാണ് പ്രകൃതിക്കുമേൽ മനുഷ്യൻ പുലർത്തുന്ന ഉടമസ്ഥാവകാശം. കാരണം മനുഷ്യന്റെ പൊതുവായ ഉടമസ്ഥതയിലല്ലാതെ കാറ്റോ ഭൂമിയോ ജലമോ വായുവോ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് നാമായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നാം ഒരു ബന്ധത്തിലായിരിക്കുന്നു എന്നതാണ്. നാം ബന്ധത്തിലായിരിക്കുന്നു എന്നതാണ്. ഈ ബന്ധത്തെ മറച്ചു വെക്കുന്ന അഥവാ ഈ ബന്ധത്തെ നിഷേധിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സങ്കല്പമാണ് ഉടമസ്ഥതയെ സ്വാതന്ത്ര്യവുമായി ബന്ധിപ്പിക്കുന്നു. സ്വത്തുടമസ്ഥതയെ സ്വാതന്ത്ര്യവുമായി ബന്ധിപ്പിക്കുകയും സാഹോദര്യത്തെയും സമത്വത്തെയും സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടർത്തി മാറ്റുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഓരോ വ്യക്തിയും അവരവരിൽ പൂർണ്ണരാണ് എന്ന് കരുതുകയും താങ്കളിൽ പൂർണ്ണരായ, തങ്ങളിൽ തന്നെ ആദിമധ്യാന്ത പൊരുത്തമുള്ള, മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സ്വതന്ത്ര കർത്തൃത്വങ്ങളാണ് എന്ന ധാരണ ആധുനികതയ്ക്കകത്ത് വികസിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ മനുഷ്യനെ മാനുഷികമായ സഹഭാവത്തിൽ നിന്ന്, മാനുഷികമായ വിനിമയങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി ഒറ്റയാക്കി മാറ്റിക്കൊണ്ടാണ് വാസ്തവത്തിൽ ആധുനികത വ്യക്തികളെ സൃഷ്ടിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വ്യക്തി സങ്കല്പത്തിനെതിരായ ഏറ്റവും ഗാഠമായ വിമർശനങ്ങളിൽ ഒന്നാണ് 1844 എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സിൽ മാർക്സ് എഴുതിയ ഗംഭീരമായ ഒരു വാക്യം, മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ്. മനുഷ്യൻ ഒരു സത്തയല്ല, അവരിൽ ഒരു മനുഷ്യനിലും കേവലമായ ഒരു മൂല്യവുമില്ല. ശാശ്വതവും മുൻകൂറായി നൽകപ്പെട്ടതുമായ ഒരു സത്തയിലല്ല മനുഷ്യാവസ്ഥ, മറിച്ച് സോഷ്യൽ റിലേഷൻസ്. ഈ റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ്, നിങ്ങളെ ഒഴിവാക്കുന്നതല്ല. പ്രോപ്പർട്ടിയെ സ്വാതന്ത്ര്യവുമായി ബന്ധിപ്പിച്ചതോടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യമായ ഒരു ഉടമസ്ഥാവകാശവുമായി ബന്ധിക്കുന്നതോടെ ഞാൻ എഴുതുന്ന കവിത എൻ്റേതായിത്തീരുന്നു, എൻ്റെ ഭൂമി എൻ്റേതായിത്തീരുന്നു, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് എൻ്റേതായിത്തീരുന്നു, മറ്റെല്ലാം എനിക്ക് പുറത്തുള്ളതായിത്തീരുന്നു. ഇങ്ങനെ വ്യക്തികൾ അന്യോന്യം വിഘടിതമായി തീരുന്ന, മാർക്സ് അന്യവൽക്കരണം എന്ന് പറയുന്ന ഒരു സംഗതിയാണത്.
അതായത് യഥാർത്ഥത്തിൽ ബന്ധങ്ങളിലൂടെ നിലവിൽ വരുന്നതും എന്നാൽ ഈ ബന്ധങ്ങളെ മറച്ചു പിടിച്ച് ഒറ്റ തിരിഞ്ഞത് എന്ന് നമ്മെ തോന്നിപ്പിക്കുന്നതുമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് നാം ചെന്ന് വീഴുന്നു എന്നാണ് ഇതിന്റെ അനന്തരഫലം. ബിൽഗ്രാമി അതുകൊണ്ടാണ് പറഞ്ഞത്, അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം നടപ്പിലായി, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം പിൻവാങ്ങി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന സ്വാതന്ത്ര്യത്തെ സമത്വ സാഹോദര്യങ്ങളോട് ബന്ധിപ്പിക്കുന്ന മൂല്യവ്യവസ്ഥ പിൻവാങ്ങി, പകരം സ്വാതന്ത്ര്യത്തെ സ്വത്തുടമസ്ഥതയോട് ബന്ധിപ്പിക്കുന്ന മൂല്യവ്യവസ്ഥ നിലവിൽ വന്നു. ഗാന്ധി ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഗാന്ധി ഒരു വാക്യം പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഗാന്ധി ഇതിനെക്കുറിച്ച് ആധുനികതയോടുള്ള ഗാന്ധിയുടെ വിമർശനത്തിന്റെ കാതൽ എന്ന് പറയാവുന്ന ഒരു വാക്യത്തിൽ ഗാന്ധി ഇങ്ങനെ പറയുന്നുണ്ട്, മെനി പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ് ബൈ റിമെമ്പറിംഗ് ദാറ്റ് മണി ഈസ് ദെയർ ഗോഡ്. നിങ്ങൾക്ക് ആധുനിക ലോകത്തോട്, അദ്ദേഹം ആധുനികത എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, അദ്ദേഹം മോഡേൺ സിവിലൈസേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണങ്ങളുണ്ട് കേട്ടോ, ഞാനത് പറയാം. പണമാണ് ദൈവം എന്ന് അവർ കരുതുന്നു എന്നതാണ് അവരുടെ അടിസ്ഥാന പ്രശ്നമെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും എന്ന് ഗാന്ധി പറയുന്നുണ്ട്. ഈ റിലേഷനെ കാണാതെ ഉടമസ്ഥതയെ കേന്ദ്രമാക്കുക എന്നത്. ഇങ്ങനെ ആധുനികത, ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് പറഞ്ഞ ആധുനികതയും ഭരിച്ച ആധുനികതയും ഒന്നാണോ? ഫലിച്ച ആധുനികതയും പറഞ്ഞ ആധുനികതയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം. അപ്പൊ ആധുനികതയാണ് സംശയരഹിതമായും സാർവദേശീയത എന്ന് പറഞ്ഞത്. മനുഷ്യവംശം എന്ന് നമ്മോട് പറഞ്ഞത് ആധുനികതയാണ്. നിശ്ചയമായും അത് നാം ഏറ്റെടുത്തൊരു മൂല്യവുമാണ്. ഇത്തിരി വട്ടങ്ങളിൽ നിന്ന് മനുഷ്യവംശ സാഹോദര്യത്തോളം, എങ്ങു മനുഷ്യന് ചങ്ങല കയ്യിൽ, അങ്ങൻ കൈകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം, അവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താവുന്നു എന്ന് കവി പാടുന്നു. Where the world has not been broken into fragments by narrow domestic walls, into that heaven of freedom my father let my country awake എന്ന് നമ്മുടെ വലിയ കവികളിൽ ഒരാൾ പാടുന്നു. ദേശീയത ഇടുക്കമാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ആധുനികതയുടെ മൂല്യബോധം പ്രവർത്തിക്കുമ്പോഴും, സാർവദേശീയതയുടെ ഈ മൂല്യബോധം പ്രവർത്തിക്കുമ്പോഴും, പക്ഷേ ആധുനികതയ്ക്കുള്ളിൽ തന്നെയാണ് കൊളോണിയലിസം ഉണ്ടായത്. ആധുനികതയാണ് കൊളോണിയലിസത്തെ കൊണ്ടുവന്നത്. പ്രീ മോഡേൺ ഫേസിൽ കോളനീകരണം ഇല്ല. യൂറോപ്പ് ലോകത്തെ മുഴുവൻ കോളനികളാക്കുകയും തങ്ങളുടെ അടിമരാജ്യങ്ങളായി ലോകത്തെ മാറ്റുകയും ഒറ്റ ലോകം കെട്ടിപ്പടുക്കുകയും ചെയ്തു. മാർക്സ് പറഞ്ഞൊരു വാക്യമുണ്ട്, ബൂർഷ്വാസി അതിന്റെ മാതൃകയിൽ ലോകം നിർമ്മിക്കുന്നു. ബൂർഷ്വാസി സ്വന്തം മാതൃകയിൽ ലോകം നിർമ്മിക്കുന്നു. അതുകൊണ്ട് ലോകത്തെല്ലാവർക്കും തുല്യാവസരങ്ങളുള്ള ഒരു ലോകമല്ല, ബൂർഷ്വാ ജീവിതക്രമങ്ങളുടെ അനുകരണമായി തീർന്ന ഒരു ലോകമാണ് നിലവിൽ വന്ന സാർവദേശീയത. പറഞ്ഞ സാർവദേശീയതയല്ല, യൂണിവേഴ്സലിസം എന്നാണ് പറഞ്ഞത്. നടപ്പിലായത് കൊളോണിയലിസമാണ്. സ്വതന്ത്ര വ്യക്തി എന്നാണ് പറഞ്ഞത്. നടപ്പിലായത് ഇന്നിപ്പോ നമ്മൾ പൊതുവെ പറയുന്നത് പോലെ വൈറ്റ് യൂറോപ്യൻ മെയിൽ, വെള്ളക്കാരനായ യൂറോപ്യനായ ഒരു പുരുഷനാണ് മനുഷ്യനായി വേഷം മാറി വന്നത്. ഇന്ത്യയിലാണെങ്കിൽ വെള്ളക്കാരനായ വെളുത്തവനായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള നഗരവാസിയായിട്ടുള്ള ഒരു പുരുഷനാണ് ഇന്ത്യയിലെ മനുഷ്യ മാതൃക എന്നൊന്ന് ഭേദഗതിപ്പെടുത്തിയാൽ മതി. യൂറോപ്യനല്ല, ബ്രാഹ്മണനാണ്. ബ്രാഹ്മണ്യത്തെ സ്വാംശീകരിച്ച ആളാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുരോഗതി എന്നാണ് ബൂർഷ്വാസി ആധുനികതയുടെ മൂല്യമായി നിന്നത്. പക്ഷെ പുരോഗതിയെ പിന്തള്ളിക്കൊണ്ട് നാം വളർച്ച എന്ന വാക്ക് കൊണ്ടുവരികയും വളർച്ചയെ മൂലധന വളർച്ചയാക്കി മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് GDP ഗ്രോത്ത് ആണ്, പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ വളർച്ചയാണ് വളർച്ച എന്ന് നാം കരുതുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ലോകത്തിന്റെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് താഴെ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നിരിക്കുന്നു. 2030 അത് 3ാം സ്ഥാനത്തെത്തും എന്ന് പ്രധാനമന്ത്രിയും വലിയ നേതാക്കളും എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറയാത്തൊരു കണക്ക് കൂടെ ഉണ്ട്. 121 രാജ്യങ്ങളെ മാത്രം കണക്കിലെടുത്ത് ആഗോള പട്ടിണി സൂചിക ഉണ്ടാക്കിയപ്പോൾ അതിൽ 107ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ എന്ന കണക്ക് നമ്മൾ പറയാറില്ല. 2021 അത് 101 ആയിരുന്നു. 2022 അത് 107 വളരുന്നില്ല എന്ന് കരുതരുത്, വളരുന്നുണ്ട്. ഈ കണക്ക് മറച്ചു വെക്കപ്പെടുകയും 5ാമത്തെ സ്ഥാനത്ത് രാജ്യം എത്തി എന്ന് പറയുകയും ചെയ്യുന്നു. കാരണം രാജ്യത്തെത്തുന്ന സമ്പത്ത് മുഴുവൻ ഈ പറയുന്ന എവിടെയോ കുന്നുകൂടുകയും അത് രാജ്യത്തിന്റെ സമ്പത്താണ് എന്ന് നമ്മോട് പറയുകയും ചെയ്യുന്നു. പുരോഗതി എന്നത് മൂലധന വളർച്ചയായി മാറുന്നു.
ശാസ്ത്രം എന്നത് സാങ്കേതിക വിദ്യയായി മാറുന്നു. ശാസ്ത്രത്തെ ഗാന്ധിജി വളരെ ആദരവോടെ കണ്ടിരുന്ന ഒരാളാണ്. ശാസ്ത്രം സത്യത്തിലേക്ക് അടുക്കാനുള്ള മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് എന്നാണ് ശാസ്ത്രത്തെ ഗാന്ധിജി കണ്ടത്. പക്ഷേ ശാസ്ത്രം സാങ്കേതിക വിദ്യയായി യുക്തിബോധം എന്ന് പറയുന്നത് മിക്കവാറും ഉപകരണവാദമായി